പ്രിയ സ്നേഹിതരെ, ദൈവത്തെ അനുസരിക്കുവാനും അനുഗമിക്കുവാനും ഒരാൾ തയ്യാറാവുകയെന്ന് വെച്ചാൽ തൻ്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരുവാൻ കരുത്തുള്ളവനാവുകയെന്ന് കൂടിയ. ആരംഭത്തെ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ വിജയകരമാകണമെന്നില്ല. ചിലപ്പോൾ കാര്യങ്ങൾ ആദ്യത്തേക്കാൾ മോശമായെന്ന് വന്നേക്കാം. കൂടുതൽ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ശ്രേഷ്ഠമായത് പണിതുയർത്താനാണ് ദൈവത്തിന് പലപ്പോഴും ഇഷ്ടം. ഇസ്രായേൽ ജനത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനുമിടയിൽ തടസ്സമായി നിന്നൊരു വ്യക്തിയുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഫറവോ. പൂജാ മഹോത്സവം ആഘോഷിക്കുവാൻ തൻ്റെ ജനത്തെ വിട്ടുതരണമെന്ന് ദൈവം കൽപ്പിക്കുന്നുവെന്ന് മോശ അറിയിക്കുമ്പോൾ അവൻ അവരുടെ അധ്വാനത്തെ കൂടുതൽ ക്ലേശകരമാക്കുകയാണ്. ഇഷ്ടിയുണ്ടാക്കാൻ വേണ്ട വൈക്കോൽ കൊടുക്കാതെ തന്നെ ദിവസം തോറുമുള്ള വേല ചെയ്യുവാൻ നിർബന്ധിക്കുന്നു. അതിന് കഴിയാത്തവരെ പ്രഹരിക്കുന്നു. അങ്ങനെ അവരുടെ ദുരിതം ആദ്യത്തേക്കാൾ കഷ്ടകരമായി മാറുകയാണ്. മോശ അതിന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവൻ അവിടെ ക്ലേശം മാത്രമേ കണ്ടുള്ളൂ. ഈജിപ്തുകാർ നേരിടാനിരിക്കുന്ന 10 മഹാമാരികളെ കണ്ടില്ല. ഇസ്രായേൽ ജനം കടന്നു പോകേണ്ട ചെങ്കടലോ മരുഭൂമിയോ കണ്ടില്ല. പാറ പിളർന്നു വന്ന വെള്ളം കണ്ടില്ല. ആകാശത്തുനിന്ന് വീഴുന്ന മന്ന കണ്ടില്ല. അഗ്നിസ്തംഭമോ മേഘസ്തംഭമോ കണ്ടില്ല. തേനൊഴുകുന്ന വാഗ്ദത്ത ദേശവും കണ്ടില്ല. ജസ്റ്റ് ബിക്കോസ് യു കനോട്ട് സീ ഇറ്റ് ഡസൻറ്റ് മീൻ ഗോഡ് ഈസ് നോട്ട് അറ്റ് വർക്ക്. എന്ന് നീ അതൊന്നും കാണുന്നില്ലതിൻ്റെ അർത്ഥം ദൈവം യാതൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നല്ല. പ്രാർത്ഥിച്ചിട്ടും സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകുന്നുണ്ടെങ്കിൽ അവിടുന്ന് കാര്യങ്ങൾ അനുകൂലമാവുകയാണെന്നേ, കൂടുതൽ ശ്രേഷ്ഠമായത് സംഭവിക്കുവാൻ വേണ്ടി. വെൻ ഗോഡ് ഈസ് വർക്കിംഗ്, തിങ്സ് ഓഫൻ ഗെറ്റ് വേഴ്സ്റ്റ് ബിഫോർ ദേ ഗെറ്റ് ബെറ്റർ. ആകയാൽ അവൻ്റെ പദ്ധതികൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാകണം. അവന് എളുപ്പമാർഗങ്ങൾ തീരെയില്ലെന്നേ. തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, പിന്നെ അവൻ്റെ ഇടപെടലുകൾ കാണുക. പ്രേ, വെയിറ്റ് ആൻഡ് വാച്ച്. ആമേൻ.